ഹോട്ടലാണ് നമ്മളിപ്പോൾ ഉള്ളത്. കൊച്ചിയിൽ നിന്ന് നമ്മൾ ലേ ലഡാക്ക് യാത്ര പോവുകയാണെന്നറിയാം. എൻ്റെ കൂടെ ഈ യാത്രയിൽ കാസർഗോഡിൽ നിന്നും ജയമോഹൻ ചേട്ടനുണ്ട്. പിന്നെ അതേപോലെ തന്നെ എറണാകുളത്ത് അനിൽ ചേട്ടനുണ്ട്. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ അലക്സ് ഉണ്ട്. പിന്നെ വേറെ ആളും കൂടി ഉണ്ട്. മൂപ്പര് തിരുവനന്തപുരത്ത് നിന്നാണ് വരുന്നത്. അപ്പോൾ ലേയിൽ വെച്ചിട്ട് നമ്മൾ മൂപ്പരെ മീറ്റ് ചെയ്യുന്നറിയാം. അപ്പോൾ ഓക്കെ, ബാക്കിയുള്ള കാര്യം നോക്കാം. രാത്രി 2:30 മണി. ഇവിടുന്ന് ഇങ്ങനെ ഒരു കോഫി കുടിച്ചു. റെസ്റ്റോറൻറ്റിൽ നിന്ന് ഡൊമസ്റ്റിക് ടെർമിനലിൽ കോഫി കുടിച്ചു. അങ്ങനെ അടുത്തൊരു ഫ്ലൈറ്റിന് വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്യണം. 2:30 മണിയാണെങ്കിൽ ഇവിടെ ഈ റോഡിലൊക്കെ ഇവിടെയൊക്കെ ഭയങ്കര തിരക്കാണ്. ഈ എയർപോർട്ടിൻ്റെ ഭാഗത്തൊക്കെ അത്യാവശ്യം നല്ല തിരക്കുള്ള ഏരിയ ആണ്. പുലർച്ചെ 4 മണിക്കാണ് ഞങ്ങൾ ഡൽഹി ഫ്ലൈറ്റ്. ഡൽഹി എത്തിയതിന് ശേഷം ഞങ്ങൾ നേരെ ലേയിലേക്ക്. അങ്ങനെ നമ്മൾ ടൂർ പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഓക്കെ, കൊച്ചിൻ ഡൊമസ്റ്റിക് എയർപോർട്ടിലുള്ള ഒരു കാഴ്ചയാണെന്ന് അറിയുന്നത്. കേരളത്തിൻ്റെ പലതരത്തിലുള്ള കലാരൂപങ്ങളുടെ പ്രതിമകളിങ്ങനെ ആലേഖനം ചെയ്തിട്ടുണ്ടെന്ന്. കഥകളി, കൂടിയാട്ടം, കുച്ചിപ്പുടി, അങ്ങനെ ഒരുപാട് കലാരൂപങ്ങളുടെ പ്രതിമകൾ ഇവിടെ ഇങ്ങനെ ആലേഖനം ചെയ്തിട്ടുണ്ട്. ഹായ് സുഹൃത്തുക്കളെ, നമസ്കാരം. നമ്മളിപ്പോൾ ഉള്ളത് ഇവിടെ ഡൽഹി ഇന്ദിരാഗാന്ധി എയർപോർട്ടിലാണ്. കൊച്ചിയിൽ നമ്മൾ ഏകദേശം 3.5 മണിക്കൂർ അങ്ങനെ എടുത്ത് ഡൽഹി എത്തി. ഇവിടെ നല്ല സെക്യൂരിറ്റി ചെക്കൊക്കെയാണ്. ആഗസ്റ്റ് 15 അങ്ങനെ ആകുന്നതുകൊണ്ട് നല്ല സെക്യൂരിറ്റി ചെക്കൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഇപ്പം ഇനി ലേയിലേക്ക് പോകേണ്ട ഗേറ്റിൽ കൂടിയാണ്. ടെർമിനൽ 1-ലായിരുന്നു ഈ കൊച്ചിയിൽ നിന്ന് വന്ന ഫ്ലൈറ്റ് ഇറങ്ങി. ഇനി ടെർമിനൽ 2-ലേക്ക് പോയി അവിടെ നിന്ന് ഒരു 20 മിനിറ്റോളം ബസ്സിൽ യാത്ര ചെയ്തിട്ടാണ് യാത്ര ചെയ്യേണ്ടത്. അങ്ങനെ 20 മിനിറ്റിലും ബസ്സിൽ യാത്ര ചെയ്ത് ഞങ്ങളിപ്പം ടെർമിനൽ 2-ൽ അങ്ങനെ എത്തി. 2-ലെത്തി. ഇനിയിപ്പം അങ്ങോട്ട് വെയിറ്റ് ചെയ്യാണ്. ഇവിടെ നിന്ന് ഇനിയിപ്പം ഒരു 3/4 മണിക്കൂർ കഴിയുമ്പോഴത്തേക്ക് ലേയിലുള്ള ഇൻഡിഗോ ഫ്ലൈറ്റ് തന്നെ കിട്ടും. നല്ല യാത്ര തന്നെയായിരുന്നു. ഫ്ലൈറ്റിലൊക്കെ സേഫ് തന്നെയായിരുന്നു എന്നറിയാം. ഓക്കെ, അപ്പം ലേ ഫ്ലൈറ്റിൽ കയറിയിട്ട് എക്സ്പീരിയൻസ് എന്തൊക്കെയാണ്, എങ്ങനെയുണ്ടെന്ന്. ഫ്ലൈറ്റിൽ നല്ലോണം ഒരുപാട് കേട്ടിട്ടുണ്ടായിരുന്നു. ഹിമാലയത്തിൻ്റെ മുകളിലൂടെയാണ് യാത്ര ചെയ്യുന്നത്. അപ്പോൾ അത് നോക്കണം എങ്ങനെയാണുള്ളത്. നമസ്കാരം. നമ്മളിപ്പോൾ ഫ്ലൈറ്റിലാണുള്ളത്. ഡൽഹിയിൽ നിന്ന് ലേയിലേക്ക് പോകുന്ന ഫ്ലൈറ്റിലാണുള്ളത് എന്നറിയാം. ഏകദേശം ഫുള്ളാണ്. എല്ലാവരും ഏകദേശം ഫുള്ളാണ്. ഏകദേശം ഒരു 2.5 മണിക്കൂർ കൊണ്ട് നമ്മൾ ലേയിലെത്തും. ലേയിലെത്തി അവിടുത്തെ ടാക്സി വരും. ടാക്സിയിൽ നമ്മൾ ഹോട്ടലിലേക്ക് പോകും. അങ്ങനെയാണ് പ്ലാൻ ചെയ്യുന്നത്. അങ്ങനെ ഞങ്ങൾ ലേ എയർപോർട്ടിൽ നിന്നും നേരെ ജോഷ്ന സുധീഷിൻ്റെ കേരള ഹൗസ് എന്നുള്ള ഹോട്ടലിലേക്ക് പോയിരിക്കുകയാണ്. നമ്മുടെ അനിലേട്ടൻ എല്ലാം ടയേർഡാണ്. അലക്ജിയും എല്ലാം ടയേർഡായിട്ടിരിക്കുകയാണ്. ഓക്കെ ഓക്കെ ഓക്കെ.
നോ ടയർഡ്നെസ്. നമ്മൾ ലേ എക്സ്പ്ലോർ ചെയ്യുമ്പോൾ വഴികളിലൂടെ ഞങ്ങൾ കേരള ഹൗസിലേക്ക് പോയി. इष्टंबोल खाना आ जाएगा बोला होटल में. होटल में वो सुदेश लेके आएगा. तुम सुदेश में बोला सुदेश സുധീഷ് പറഞ്ഞിട്ട് ഭക്ഷണം അവിടെ അവൈലബിൾ ആണ് ഉച്ചക്കത്തെ. ലേലെത്തിയിട്ട് ഈ അക്ലമൈസേഷൻ എന്ന് പറയുന്ന സംഭവം ഇതിനുണ്ട്. ചെറിയ തലകറക്കവും പിന്നെ ഇതൊക്കെയുണ്ട്. നോക്ക ഫുഡ് കഴിക്കാൻ പോവാണ്. നമ്മളങ്ങനെ ലേയിലുള്ള ഒരു ഹോട്ടലെത്തി. ഇവിടുത്തെ റൂമിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയെന്ന് പറയാം. ലേ ഹോട്ടൽ, സോംബേര ഹോട്ടലിലേക്ക് പോവാണ്. സോംബേര ഹോട്ടലിലേക്ക് ലഗേജൊക്കെ എടുത്തിട്ട് പോവാണ്. ഇതാണ് ഹോട്ടൽ. ഞങ്ങൾ താമസിക്കുന്ന ഹോട്ടലാണ് സോംബെ ഹോട്ടൽ. ഫുഡ് കഴിച്ചിട്ടില്ല, ഇപ്പോൾ വന്നിട്ടേ ഉള്ളൂ. ഹോട്ടലിൻ്റെ ഫ്രണ്ട് ഭാഗമാണിത് കാണുന്നത്. ഒരു 3 സ്റ്റാർ ഹോട്ടൽ കാറ്റഗറി. നമ്മുടെ ഇവിടെയുള്ള ടൂർ ഏജൻ്റായ ജോഷ്ന സുധീഷ് ഉണ്ടല്ലോ, അവരാണ് ഈ ഹോട്ടൽ നമുക്ക് സജസ്റ്റ് ചെയ്തു തന്നത്. അവരെ കെയർ ഓഫിലാണ് നമ്മളിങ്ങോട്ട് വരുന്നത്. ഇന്ന് നമ്മളിവിടെ ഫുള്ള് റെസ്റ്റ് എടുത്ത് ഇന്ന് റിലാക്സ് ചെയ്തിട്ട് നാളെ നമ്മൾ ഇവിടുന്ന് ടൂർ ഓപ്പറേറ്റീവ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സാമ്പാറിന് ഉപ്പ് കുറച്ച് കുറവാണ്. ഒന്നിനും ഉപ്പില്ല. ഇവിടെ പൊതുവെ ഞങ്ങൾ ഉച്ചക്കത്തെ ഫുഡ് സുധീഷിൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുണ്ടായിരുന്നു. മുംബൈയുടെ ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുക. നല്ല അരിയും ചോറും സാമ്പാറും പിന്നെന്താണുള്ളത്, പപ്പടം, ഉപ്പേരി, പിന്നെന്താ ചട്നി എനിക്ക് കിട്ടിയിട്ട് ഇതല്ലേ ഇതും കൂട്ടി ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുക. നോക്കാം. റൂമിൽ നിന്ന് പുറത്തേക്ക് പോകാൻ ചെറിയൊരു ഇഷ്യൂ ഉണ്ട്. അക്ലമറ്റൈസേഷൻ ഇഷ്യൂ ചെറുങ്ങനുണ്ട്. ആ സുധീഷ് ഇങ്ങോട്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. പക്ഷേ ക്ഷീണം വരുമ്പോൾ ഭയങ്കര പ്രശ്നമുണ്ട് കേട്ടോ. ഹെൽത്തിന് വല്ലാത്തൊരു ഇഷ്യൂ ഉണ്ട്. ജാലൊക്കെ തുറക്കണം പറഞ്ഞിട്ടുണ്ട്. അയ്യോ ഈശ്വര. ഞങ്ങൾ കുറച്ച് മെഡിസിൻസ് കൊണ്ടുപോകുന്നുണ്ട്. അതായത് മറ്റേതുണ്ടല്ലോ എൻ്റെ വരുന്ന ഒമിപ്രസോള്, പിന്നെ അഥവാ ഛർദി ഉണ്ടാകുന്നുണ്ട് ഛർദീൻ്റെ പാരസ്റ്റമോള്, പിന്നെ ആൻറ്റികളൊക്കെ കൊണ്ടുപോകുന്നുണ്ട്. വയറ്റിൽ നോക്കിയിട്ട് വേണം അങ്ങനെയുള്ള തീരുമാനങ്ങളൊക്കെ എടുക്കാൻ കേട്ടോ. നോക്കാം. ആർക്കെങ്കിലും ഒരാൾക്ക് ബുദ്ധിമുട്ട് വന്നാലും സ്ട്രെസ് കൊടുക്കാണ്ടിരുന്നാലും കുഴപ്പമില്ല. അധികം ഓവർ സ്ട്രെസ് ഒന്നും കൊടുക്കാണ്ടിരുന്ന ബ്രീത്തിങ് ഇഷ്യൂസ് വല്ലാണ്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഞങ്ങളിപ്പോൾ വന്നിട്ടല്ലോ, ഒരു 6-7 മണിക്കൂർ എന്തായാലും ഇവിടെ ഇരിക്കണം. എന്നിട്ട് അക്ലമൈറ്റൈസേഷൻ സംഭവിക്കണം. അപ്പോൾ ഒന്നും ഹെവി. ഇത് ആപ്പിൾ മരം, ആപ്പിളാണോ ഹോട്ടലേ? ആപ്പിൾ അതുകൊണ്ടായിരിക്കും. വേറെ ഒന്നുമില്ല. അപ്പോൾ ഒന്ന് മെല്ലെ റെസ്റ്റ് എടുത്ത് ബോഡി സ്ട്രെയിൻ കൊടുക്കാണ്ടിരിക്കട്ടെ. ശരി, എന്നാൽ കുറച്ച് കഴിഞ്ഞിട്ട് കാണാം. ഓക്കെ. ലേയില് ആൾട്ടിറ്റ്യൂഡിൻ്റെ ഒരു ഇഷ്യൂ ഉള്ളത് കൊണ്ട് നമ്മളിപ്പോൾ വന്നിട്ട് ഏകദേശം 1-2 മണിക്കൂറായി. അപ്പോൾ നമ്മൾ കംപ്ലീറ്റ് ഫുള്ളി റെസ്റ്റ് എടുക്കാൻ വിചാരിച്ചു ഇന്ന് ഫുള്ള്. ഇല്ലെങ്കിൽ തലകറക്കം, ഛർദി ഒക്കെ വരും. അപ്പോൾ ഒന്ന് ഫുള്ള് റെസ്റ്റ് എടുത്തിട്ട് നാളെ ആകുമ്പോഴത്തേക്ക് നമുക്ക് ട്രിപ്പുകളെല്ലാം സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ സുധീഷ് വന്നിട്ടുണ്ടായിരുന്നു. മൂപ്പര് ഞങ്ങൾക്ക് ഫുഡൊക്കെ കൊണ്ടു തന്നു. നല്ല അടിപൊളി ലഞ്ചായിരുന്നു.
നല്ല ഫുഡൊക്കെ കഴിച്ചു. അങ്ങനെ ഞങ്ങൾ ഇനിയിപ്പം റൂമിലാണുള്ളത്. മെല്ലെ ഇങ്ങനെ റൂമിലിരിക്കുക. നടക്കുമ്പോൾ തന്നെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ശരിക്കും നമ്മൾ നടക്കുമ്പോൾ ബ്രീത്ത് എടുക്കാൻ പറ്റുന്നില്ല. എന്താ പറയുക, ഓക്സിജൻ്റെ അളവ് 50% ഓക്സിജൻ്റെ ഇതാണ്. അപ്പോൾ നമ്മുടെ ബോഡി ഒന്ന് അതുമായിട്ടൊന്ന് ഇതാക്കി കഴിഞ്ഞാൽ ഈ മർദ്ദം കൂടുതലാണ്. തലകറങ്ങാൻ വരുന്ന പോലെ ഉണ്ട്. തലകറങ്ങാൻ എന്തൊക്കെയോ ഉള്ളൊരു ഫീലിംഗ് ആണ്. ഛർദ്ദിക്കാൻ വരുന്ന ഇതുണ്ട്. അപ്പോൾ ഒന്നും അനങ്ങാണ്ട് സംസാരിക്കുമ്പോൾ തന്നെ സ്ട്രെയിൻ എടുക്കുമ്പോൾ കുറച്ച് പ്രശ്നമുണ്ട്. അധികം സംസാരിക്കുമ്പോൾ ഭയങ്കര സ്ട്രെയിൻ ഉണ്ട്. നല്ല ഇരിക്കാം. എന്നാൽ ശരി, ഓക്കെ. നമസ്കാരം. നമ്മൾ ഡൽഹിയിൽ നിന്ന് ഒരു 10:45 പുറപ്പെട്ട് ഒരു 12 ആകുമ്പോഴത്തേക്ക് ലേ എയർപോർട്ടിലെത്തി. നമ്മൾ ലേയിലിറങ്ങി. അങ്ങനെ അവിടെ നിന്നൊരു 1:30 ആകുമ്പോഴത്തേക്ക് റൂമിലെത്തി. 2:30 ആകുമ്പോഴത്തേക്ക് അവർ ഫുഡ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഭക്ഷണ സുധീഷ് അവർ വീട്ടിൽ നിന്നുണ്ടാക്കിയ ഫുഡിന് കുഴപ്പമില്ല, നല്ല ഭക്ഷണമൊക്കെ ആയിരുന്നു. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് പിന്നെ നമ്മൾ ഈ എയിംസിൻ്റെ കാര്യങ്ങളൊക്കെ അറിയുന്നത്. നമ്മൾ അറിയില്ലായിരുന്നു. എന്താ പറയുക, ഭയങ്കര ഒരു ക്ഷീണം വന്നു, നടക്കാൻ പറ്റാത്തൊരവസ്ഥയായി. പിന്നെ തലവേദന അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ പിന്നെ ഇവിടെ എത്തിയാണ് ഈ കാര്യങ്ങളൊക്കെ നമ്മളോട് പറയുന്നത്. എന്താ റെസ്റ്റ് എടുക്കണം, പിന്നെ അങ്ങനെ ഒന്നും പറ്റില്ല. അപ്പം ഞാനും ഇതെല്ലാം അന്നതിനും കൂടി ഇങ്ങനെ ഫുള്ള് റെസ്റ്റാണ്. 48 hours. അങ്ങോട്ട് എങ്ങനെയുണ്ട്? എന്താണെന്ന് അഭിപ്രായം? അഭിപ്രായം നമുക്ക് കറക്റ്റുള്ള കാര്യങ്ങൾ അവിടെ നിന്ന് കിട്ടിയില്ലല്ലോ. വന്നപ്പോൾ പറഞ്ഞിരുന്നത് ഇങ്ങനെ ചെറിയ ഛർദിക്കാൻ വരും, അല്ലെങ്കിൽ തലവേദന ഉണ്ടാവും എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ കൂടുതൽ കാര്യങ്ങൾ അറിയുന്നത് തലയുടെ പുറകില് വേറെ ഉണ്ടെങ്കിൽ നമ്മൾ പ്രഷർ കൂടിയിട്ടാണ്. പിന്നെ ഭക്ഷണം അധികം കഴിക്കാൻ പാടില്ല, വെള്ളം 3 ലിറ്റർ കുടിക്കണം, ഉറങ്ങാൻ പാടില്ല. ഉറങ്ങണമെങ്കിൽ രാത്രി മാത്രം ഉറങ്ങാൻ പാടില്ല. അപ്പൊ ഞങ്ങളൊക്കെ ഇവിടെ വന്നിട്ട് വെറുതെ ഇരിക്കുകയാണ്. ഇപ്പൊ ഉറങ്ങാനേ പാടില്ല എന്നാ പറയുന്നത്. അത് പ്രശ്നമാണ്. അങ്ങനെയുള്ള കുറെ പോരുന്ന സമയത്ത് ഇത്രയും കാര്യങ്ങളൊന്നും പറയാൻ പറ്റില്ലായിരുന്നു. അപ്പൊ ഞങ്ങൾ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ നമുക്ക് അതിശയം, വേറെ ഉറങ്ങാൻ പാടില്ല എന്ന്, വെള്ളം കുടിക്കണം, 3 ലിറ്റർ വെള്ളം കുടിക്കാന്ന് പറയുമ്പോൾ ഇവിടെ തണുപ്പുമാണ്. പിന്നെ 3 ലിറ്റർ വെള്ളം പതിയില്ലെങ്കിലും ഇപ്പൊ ഭക്ഷണം കഴിച്ചിട്ട് പിന്നെ 3 ലിറ്റർ വെള്ളം ഇങ്ങനെ കുടിക്കണം. അപ്പൊ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ. പിന്നെ 3 ലിറ്റർ വെള്ളം കുടിക്കണം, എന്നാലേ ബ്ലഡില് ഓക്സിജൻ ലെവല് കൺട്രോൾ ആവുള്ളൂ എന്നൊക്കെയാണ് അവർ പറയുന്നത്. 50% ഓക്സിജൻ ഉള്ളു. ഓക്സിജൻ പിന്നെ ഈ കൂടുതൽ മർദ്ദം കൂടുതലായിട്ട് നമ്മൾ കുറച്ചും കൂടി നടന്നു പോകുമ്പോൾ തന്നെ ഭയങ്കര പ്രശ്നമായിക്കൊണ്ടിരിക്കും. പക്ഷെ അത് ഒരു 48 hours കൊണ്ട് എല്ലാം ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു അറിയാം. നമുക്ക് നോക്കാം എന്തായാലും. അപ്പൊ ശരി. അപ്പൊ ഞങ്ങൾ ഇന്നിവിടെ കംപ്ലീറ്റ് ഹോട്ടലിൽ നിൽക്കും. നമ്മളിവിടെ കിരണിന്റെ നേരത്തെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. കിരണാണ്, തിരുവനന്തപുരത്തിൻ്റെ ഒരു കിരൺ. പിന്നെ വന്നേക്കും. ഇനി വേറെ റൂമുണ്ട്, അപ്പുറത്താണ് വേറെ 2 പേരിരിക്കുന്നത്. അപ്പൊ ഇന്ന് നമ്മൾ കംപ്ലീറ്റ് ഹോട്ടലിൽ നിൽക്കും. നാളെ മേലെ ചുറ്റുപാട്ടിലുള്ള സ്ഥലങ്ങളും എല്ലാം കാണാൻ പോകുന്നതാണ് പ്ലാൻ. ശരി. വൈകുന്നേരത്തെ ലേ ചായ കുടിക്കുകയാണെന്ന് പറയാം. ചായയിൽ എങ്ങനെയുണ്ട് സംഭവങ്ങൾ, ഐറ്റംസ്? നന്നായിട്ടുണ്ട്. ചായ ഇതെന്താ പക്കോട, ഇതെന്താ സാധനം? ബജി. ഇത് ചട്നി. ചായ മറ്റേ മസാല ചായ, മസാല ചായ. ബൂസ്റ്റ്. അതാണ് വി കുഡ് നോട്ട് ഗെറ്റ്. അപ്പൊ അത് വെച്ചോ. അതോ ഓക്കെ. ചായ കുടിച്ചിട്ട് സംസാരിക്കാം. ഓക്കെ. എത്ര പട്ടികളൊക്കെ അത് നമ്മൾ അറിഞ്ഞിട്ടേ പോകുള്ളൂ. കടകളിലെ കൂൾ ഡ്രിങ്ക്സ് കടകളിൽ അവരെ കിട്ടും, നാടൻ വരെ കിട്ടും. പക്ഷെ ഇപ്പം നടക്കുമ്പോൾ ഒരു കുഴപ്പമില്ലല്ലേ, വലിയൊരു ഹെൽത്ത് പ്രശ്നങ്ങളൊന്നുമില്ല. ഈ കുഴപ്പം നമ്മൾ താഴേക്ക് നടക്കുന്നതുകൊണ്ടല്ലേ. എന്നാൽ കയറ്റം കയറും പ്രശ്നമുണ്ടോ നോക്കാം. നേരത്തെ നമ്മൾ ആ ഹോട്ടലിൽ നിന്നൊരു കുറച്ചങ്ങോട്ട് നടക്കുമ്പോഴത്തേന് ഭയങ്കര ഇഷ്യൂ ആയിട്ടില്ല. ശരിക്കും ഭയങ്കര ഇടിപ്പ് വല്ലാണ്ടുണ്ടായി. അവർ വരുമ്പോൾ നമ്മളവിടെ സെക്യൂരിറ്റി ഗ്രീൻ ആപ്പിൾ അല്ലേ? എന്താ ആപ്പിൾ അത്? നമ്മൾ റൂമിൽ നിന്ന് മെല്ലെ പുറത്തേക്ക് ഇറങ്ങിയതാണ്. അക്ലമൈസേഷനൊക്കെ കഴിഞ്ഞു. വൈകുന്നേരം റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. ആപ്പിൾ തോട്ടങ്ങൾ. ഇതാണ് ആപ്പിൾ. ഇത് പറിക്കാൻ പറ്റില്ല.
ഇത് ഓരോരോ പറിക്കാൻ പറ്റുന്ന ഞാൻ കണ്ടായിരുന്നു. അതുകൊണ്ട് ഇവിടെ ഇവിടെ ഇതിപ്പോൾ ആപ്പിളിൻ്റെ സീസൺ അത്. സീസൺ ഒരു മാസം ആകുമ്പോൾ ആപ്പിൾ പറിക്കാം. എന്നാലും ലേയിൽ ഇങ്ങനെ ഇത്രയും ഭയങ്കര ചൂടുള്ള പ്രതീക്ഷിച്ചില്ലല്ലേ. നമ്മുടെ നാട്ടിനെക്കാട്ടും ചൂട് കൂടുതലാണ് അല്ലേ? എമ്മാതിരി ചൂട്. പക്ഷെ രാത്രി ആകുമ്പോഴത്തേക്ക് പറയാൻ പറ്റില്ല. ഇപ്പം നടക്കുമ്പോൾ ഒരു കുഴപ്പം വരുന്നില്ലല്ലേ? നേരത്തെ ഹോട്ടലിൽ ഇപ്പൊ ഒരു കുഴപ്പമില്ലല്ലേ? ഹോട്ടലിന്റെ പേരറിയാം? അറിയില്ല. സോമ്പാടെ ചോദിച്ചു ഉടുമ്പ് ഹോട്ടൽ, കുമ്പിടി ഹോട്ടൽ. പട്ടിയുണ്ട് കേട്ടോ. ഇതിന്റെ ഉള്ളിൽ താമസിക്കുന്ന ഹോട്ടലിന്റെ നേരെ ബാക്ക് ഭാഗത്തേക്കാണ്. ഒന്ന് വെറുതെ പോയി നോക്കാൻ വിചാരിച്ചു. ലേ ഹോട്ടൽ ഇവരുടെ ലൊക്കാലിറ്റിയാണ്. ജസ്റ്റ് ഒന്ന് കണ്ടോളുന്നു. ഒന്ന് मेरा घर इधर यानी सेम प्लेसेस इधर आ जाएंगे. गाना है सर. एप्पल ट्री है. ये ट्री क्या ट्री है? ये ट्री ये पेड़ क्या पेड़ है? लकड़ी है ना, वो छत में जाता है ना. चाट में ओके. एप्रिकॉट एप्पल ट्री इधर है आपका. हाँ देखा. ऊपर से देख जाएंगे. നല്ല കംപ്ലീറ്റ് നല്ല റിസോർട്ടിലാണ്. ആപ്പിളോ ഇവരുടെ വീട് നമ്മൾ ചാച്ചിയെ പരിചയപ്പെട്ടു. വാ ചേച്ചിയുടെ കട്ടൻ ചായ കുടിച്ചിട്ട് വരാം. नाइस होम. आपका घर है? हाँ. ये आपका हस्बैंड है? हाँ. आपका चिल्ड्रन? ये क्या ये खोबनी है, गिरा हुआ है. खोबनी कई क्या ना? हाँ. इधर से इधर कैसा है? पका खाना कच्चा है ना. ऊपर से पक गया, वो गिरा है ना. ग्रे कलर है. एक थोड़ा कच्चा खाइए. कई क्या पटना? कई क्या? खोबनी. कोबानी. हाँ, थोड़ा कच्चा है. हाँ अंदर है നടക്കുമ്പോൾ अंदर പ്രശ്നമുണ്ട്. से वो बादाम है ना. हाँ बादाम. अंदर फूट इधर बादाम है ना. बादाम. बादाम ये अंदर बादाम है. हाँ अंदर. देखा ഏ ഇപ്പോഴല്ല കഴിക്കണ്ട കുറച്ച് കഴിഞ്ഞിട്ട്. एप्रिकॉट पहले खाना, ये कच्चा थोड़ा है ना, खाता है अच्छा. आपका है. आपका जॉब इधर क्या है? आपका जॉब जॉब नहीं है. आपका जॉब नहीं है. अब हाउस वाइफ है. आपका बेटी बेटा जॉब है, वो वाइफ जॉब है. जॉब ये क्या है? इधर जॉब कर. खाना खोबनी. ഞങ്ങളിങ്ങനെ ഈ ലേയിലുള്ള ഒരു ലോക്കൽ വീട്ടിൽ വന്നതാണ്. ആ വീട്ടിൽ നിറച്ച് കംപ്ലീറ്റ് ആപ്പിൾ വിരിഞ്ഞിട്ടുണ്ട്. എന്തൊക്കെയാ വിരിഞ്ഞെന്നറിയോ? ഇതെന്താ സാധനം? ഇതെന്താ ചേച്ചി? ഇത് എന്താ ആപ്പിളാ? ഗ്രീൻ ആപ്പിളാ? हाँ कच्चा हुआ है. കച്ച कच्चा अभी छोटा है ना. छोटा है. सितंबर अक्टूबर में पक जाएगा. ബിഗ് हाँ. നിറച്ച് कहाँ पे ആപ്പിൾ. हो भैया? केरला കേരള केरला. കേരള इतना കേരള गर्मी है ना. नहीं हाँ. मेरा भैया इस ट्रेनिंग में, फौज में ट्रेनिंग में चले गया ना केरला. ഈസ്റ്റേൺ. ये तो क्या बोलते हैं? नहीं, एक्समैन रिटायर होके जाता है ना, जब इसको बोलते हैं, क्या बोलते हैं उसको? ये भूल गए. അതെന്താ പേര്? കൊച്ചി डीसी में एक ट्रेनिंग करता है ना केरला. ട്രിവാൻഡ്രം തിരുവനന്തപുരം. हाँ मेरा हाँ उसका घर തിരുവനന്തപുരം. തിരുവനന്തപുരം मैं കോഴിക്കോട് ബോത്താറ് കൊച്ചി കൊച്ചി എറണാകുളം. अच्छा बहुत गर्मी है अल्लाह. ബോത്ത് പ്ലേസ്. ആ ഇത് ഒറിജിനൽ. ആ ഇത് പ്ലാസ്റ്റിക് അല്ലേ? जैसे थोड़ा बताए. ഇത് പ്ലാസ്റ്റിക് അല്ല. നെയ് ഒറിജിനൽ പൂക്കളും കൂടെ. ഇതൊക്കെ എന്ത് രസം. ഇവിടെ കംപ്ലീറ്റ് കാണാനുണ്ട്. ഒരുപാട് ഫ്ലവേഴ്സ് ഉണ്ടല്ലേ ഉള്ളിൽ. ഫ്ലവേഴ്സ് सर्दी में फूल रखते हैं, इसीलिए रखते हैं. താമസം വീട് താമസം. ഇതോ ये पुराना घर. പുരാന पुराना बेची का है. आजकल से കൃഷി എന്ത് ചോദിച്ചത്? എന്താ കൃഷി എന്ത് പറഞ്ഞത്? ഒരു കൃഷിയൊന്നുമില്ല. ക്യാബേജ് കൃഷിയുണ്ട്. ഇത് നമ്മൾ അവിടെയുള്ള ഇതില്ലേ ഇൻഡാലിയൻ ഫ്ലവേഴ്സ് എന്നതിന് പറയുക, ഡാലിയ. ആ സാധനം അത് നല്ല രസമുണ്ടല്ലേ. ഇത് പറിച്ചാലോ?
ഇത് മറ്റേ ആപ്പിളല്ലല്ലോ. ആപ്പിൾ തന്നെ ഇതോ ചോദിച്ചിട്ട് കുറച്ച് ആ അവർ പറിച്ചു തന്നു. ഇപ്പം ആപ്പിൾ പറിക്കാൻ സീസൺ അല്ലാന്ന് പറഞ്ഞു. ഉണ്ട് സംഭവം ഗംഭീരം തന്നെ. നമ്മൾ ഈ വീട്ടിൽ വന്നൊക്കെ നിറച്ച് ആപ്പിൾ തോട്ടങ്ങൾ. ആപ്പിൾ നിറച്ച് ഇതിൻ്റെ ബേക്കിൽ കംപ്ലീറ്റ് ആപ്പിൾ. അലക്സ് ജി എന്താ പറയുന്നത്? ഹെയിംസിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഇപ്പോൾ സോൾവ് ആയില്ലേ? ഇവിടെ അല്ലേ ഒരു ചേച്ചിയുടെ വീട്ടിലേക്ക് പോയതാ. ചേച്ചിയുടെ വീട്ടിൽ ഇഷ്ടം പോലെ ആപ്പിള്, മുന്തിരികൾ, എന്തൊക്കെയാണെന്നറിയോ, ആപ്രിക്കോട്ട് പറിച്ചോന്നൊക്കെ പറഞ്ഞു. ഓരോരോ ജീവിത രീതികളിലെ അടികളാണ്. ഇത് ഞങ്ങൾ താമസിക്കുന്ന ഹോട്ടലിൻ്റെ തൊട്ട് ബാക്കിലുള്ളൊരു സ്ഥലമാണ് എന്നറിയാം. ഇഷ്ടംപോലെ പൂക്കൾ ഒക്കെ ഉണ്ട്. എന്താണ് ഈ മരങ്ങൾ? അത്ര വലിയ മരങ്ങളൊന്നും അല്ലല്ലേ. ഒന്ന് പറിച്ചിട്ട് കഴിച്ചു നോക്കാം. ഒന്ന് പറിക്കട്ടെ. അത് വേറെ സാധനമാണ്, ഇത് വേറെ സാധനം. ഏതല്ലേ ആപ്പിള്? അത് പറയട്ടെ, എല്ലാരും ടച്ചിങ്സിന് എടുക്കാൻ. ഇത് ഇതല്ലേ? പുളിപ്പ് പുളിപ്പ്. എൻ്റെ പൈസ കൊടുക്കണം അവർക്ക്. അവർക്ക് എന്തെങ്കിലും കൊടുക്കാൻ. അപ്പുറത്ത് പശുവിൻ്റെ കൃഷിയാ. കഴിച്ചോ? ഞാൻ പറഞ്ഞ കഴിച്ചു. കേൾക്കാം, റൂമിൽ കയറ്റി കഴിക്കാം അല്ലേ? പക്ഷെ ഇത് വേറെ ആളെ പ്രോപ്പർട്ടിയാന്ന് തോന്നുന്നുണ്ടല്ലേ. ഇതൊക്കെ ഒരു ചെറിയ ചെറിയ ഇടവഴികൾ പോലെ. കാറ്റടിക്കുന്ന ശബ്ദമല്ലേ? ചേച്ചിയുടെ വീട് ഗംഭീര സൂപ്പറായി. എന്താണ് എന്താ പറയുന്നത്? കേരളത്തിൽ വന്നിട്ടുണ്ടായിരുന്നു. കേരളത്തിൽ വന്നിട്ടുണ്ട്. ആന്റിക്ക് ഇത് ചുമ്മാ കൃഷി വെറുതെ അട്ടുപിടിപ്പിച്ച എത്ര തവണ പറിച്ചോണ്ട് പോവാൻ. അവര് കൃഷി വിൽക്കാനല്ല, ഇത് അവര് എയർഫോഴ്സ് ആണ് ആന്റി. എയർഫോഴ്സ് ആ നേരത്തെ കണ്ടോ? എയർഫോഴ്സിലാ വില്ലേജ് ഏട്ടാ. അവര് വീട്ടിൽ നമ്മള് വീട്ടില് മാങ്ങ ഇട്ടിരിക്കുന്നതുമല്ല, മനസ്സിലായേ? അതുകൊണ്ട് പറിച്ചെന്ന് പറഞ്ഞ ആന്റിക്ക് സന്തോഷമേ ഉള്ളൂ. ഞങ്ങള് എന്തായാലും ഞങ്ങൾ താമസിക്കുന്ന ഇവിടെയാ, ഈ ഹോട്ടലേ. हमारा रूम ओके ठीक है. कब आ गया मेरा कुछ ओके अब इधर ഇവിടെ ഉണ്ടാവില്ലേ? ഓക്കെ ഓക്കെ ഞങ്ങൾ വരാം. അതാണല്ലേ പോകുമ്പോ രണ്ടും തന്നെ നമുക്ക് ആപ്രിക്കോട്ടെ കഴിക്കാൻ അതിനകത്ത് ഇതുണ്ട്. आप मेरा होटल इधर है, मैं कम दूसरा दिन के आ गया है. कुछ ആപ്പിള് ഒക്കെ കുറച്ച് ഓക്കെ എന്നാൽ ശരി. താങ്ക് യു ചേച്ചി. ഓക്കെ ഓക്കെ നാളെ വരാമെന്ന് പറഞ്ഞു. ചേച്ചി ഇവിടുന്ന് കുറച്ച് ആപ്പിളൊക്കെ പറിച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതല്ലേ ചേച്ചി നാളെ വന്നു കഴിഞ്ഞാൽ കുറച്ച് ആപ്പിളൊക്കെ പറിച്ചു തരാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നാളെ വന്നിട്ട് നമുക്ക് കുറച്ച് ആപ്പിളൊക്കെ സഞ്ചിയിലാക്കിയിട്ട്, പക്ഷെ അങ്ങെത്തുമ്പോഴത്തേക്ക് ഒരു വെറുതെ വളർത്തുന്നതാണ്. വെറുതെ വളർത്തും. നമ്മളെ വീട്ടില് വളർത്തുന്ന പിള്ളേരല്ലേ നമ്മുടെ വീട്ടിൽ തെങ്ങില്ല. എന്റെ വീട്ടിൽ പക്ഷെ ഇത് പുളിപ്പാണ്, പുളിപ്പാണ്. നമ്മളെല്ലാം പോയി എന്റെ ഫോട്ടോ എടുത്ത് വീഡിയോ എടുത്ത് ഞാൻ പറിക്കണ വീഡിയോ ഇടറോ. ഇത് ആപ്രിക്കോട്ട്, അത് ബദാമാണ്. അത് അതിൻ്റെ ഉള്ളിൽ ബദാം. ആപ്രിക്കോട്ട് എന്ന് പറയട്ടെ, ടേസ്റ്റ് ഉണ്ട്. ആപ്രിക്കോട്ട് പറിക്കാൻ മറന്നുപോയി. ഇതൊക്കെയാണ് രസം. ഓ സൂപ്പർ ഉണ്ട് ആപ്രിക്കോട്ട്. അത് ബദാം അടുത്ത്. മറ്റേ ആപ്പിൾ കിട്ടില്ലെന്ന എല്ലാം മറ്റേ പച്ച ആപ്പിൾ.
ചേച്ചി പറഞ്ഞില്ല എന്തായാലും നമുക്ക് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നിട്ട് കംപ്ലീറ്റ് പാക്ക് ചെയ്യാം. ഓക്കെ ശരി, ഞങ്ങൾ ചേച്ചീൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ്. ഞാൻ റൂമിൽ പോയിട്ട് ഒന്ന് റെസ്റ്റ് എടുക്കണം, കിടന്നുറങ്ങണം. ബാക്കി നാളെ കാണാം. ഓക്കെ, ഇത് ഞങ്ങൾ താമസിക്കുന്ന ഹോട്ടൽ. ഞങ്ങൾ ചേച്ചീൻ്റെ വീട്ടിൽ പോയിട്ട് അങ്ങനെ തന്നെ തിരിച്ചു വന്നാണ് പറയാം. റൂമിൽ പോയിട്ട് ഒന്നും കൂടി റെസ്റ്റ് എടുക്കാം.